അപ്പോൾ ഞങ്ങൾ വത്തക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഷാഫിക്കാണ് വത്തക്ക മുറിക്കുന്നത്. ഷാഫിക്കാക്ക് നമ്മുടെ പൂന്താനം ഇല്ലത്തിൻ്റെ കടുത്ത് അല്ലെങ്കിൽ ആക്കപ്പറമ്പിൻ്റെ കടുത്തായിട്ട് ഷറഫിയ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിയായിട്ടുള്ള ആളാണ് കേട്ടോ നമ്മളെ ഷാഫിക്ക. അപ്പോൾ ആ ഒരു റൂട്ടിൽ പോകുന്ന ആളുകൾ നമ്മുടെ ഷാഫിക്കാനെ ഹോട്ടലിൽ കയറി കാണാൻ മറക്കരുത്. അവിടുന്ന് ലഞ്ചോ ഫുഡോ ഡിന്നറോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും കഴിക്കാതെ പോകാൻ മറക്കരുത്. നമ്മുടെ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. പട്ടിക്കാട് പാണ്ടിക്കാട് റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. നമ്മൾ പൂന്താനം ഇല്ലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണേ. അപ്പോൾ നമ്മളെ ഷാഫിക്കാണ് കട്ട് ചെയ്യുന്നത്, മുനീർക്കാണ് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുനീർക്കാടെ വകയാണ് തോന്നുന്നുണ്ട് അപ്പോൾ വത്തക്ക നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പുറം കാഴ്ചകളും കൂടി നമുക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുള്ളതുകൊണ്ട് അതും കൂടി കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വത്തക്ക വിതരണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ നമുക്കിതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ പാട്ടുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും ഭാഗങ്ങൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ഈ പാർട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മളെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള പാർട്ടുകൾ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ മാത്രമേ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മുനീർക്ക അത് വിതരണത്തിലേക്ക് ശക്തമായി മുന്നിട്ട് കൊണ്ടിരിക്കുകയാണ്, വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുത്ത് വരുമ്പോൾ തീരോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും മൂന്നാമത്തെ വരെ എത്തിയിട്ടുള്ളൂ, നാലാമത്തെ വരെ എത്തിയിട്ടുള്ളൂ, ഉണ്ടാവില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫിക്ക് പറയേണ്ടതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഉള്ളിരിയണ പോലെ അരിയാന്നൊക്കെ പറയുന്നുണ്ട്. ഹോട്ടൽ നടത്തുന്ന ആൾക്കാരാണ്. മറ്റാൾ മുനീർക്ക് നമുക്ക് മുനീർക്കാക്ക് ബാംഗ്ലൂരാണ് ഹോട്ടലിൻ്റെ ബിസിനസ് കേട്ടോ. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് എന്തൊക്കെയാണ് ആൾക്ക്. അപ്പോൾ ബാംഗ്ലൂർ എന്തെങ്കിലും സഹായമോ എന്തെങ്കിലുമൊക്കെ വേണ്ട ആൾക്കാർ ബാംഗ്ലൂരിലെ മുനീർക്കാനെ വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് രസകരമായ അനുഭവങ്ങളും കാര്യങ്ങളും ഈ രണ്ടുപേരും മുനീർക്കും ഷാഫിക്കും ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് തന്നെ ഇവർ രണ്ടുപേരുമായിരുന്നു കേട്ടോ. കാരണം ഈ മുനീർക്ക മൈക്ക് താഴെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ രസകരമായ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ആളുകളൊക്കെ നമ്മളെ യാത്രകളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരല്ല. അവർ ടീമായിട്ടാണ് വന്നിട്ടുള്ളത്. അവർ തമ്മിൽ പരിചയം ഉണ്ടാവുന്നല്ലാതെ ഞാനുമായിട്ട് ഇവർക്കാർക്കും യാതൊരുവിധ പരിചയമില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ അധികം ബോണ്ടായി. ഇനിയിപ്പോൾ ഇന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നുകൂടി ബോണ്ടാവും. നമ്മളിത് 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ കരുവാരക്കുണ്ട് പെരിന്തൽമണ്ണ KSRTC നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമ്മൾ മാങ്കുളം കണ്ട് ആനക്കുളം കണ്ട് തിരിച്ച് നമ്മൾ ഇനിയിപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആനക്കുളത്ത് നിന്നുള്ള തിരിച്ച് കയറുന്ന ചുരം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് കണ്ടതിന് ശേഷം മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടാണ് ഇന്നത്തെ യാത്ര എൻഡ് ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസം മോർണിംഗിൽ നമ്മൾ മൂന്നാർ കറങ്ങുകയാണ്. മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രിയാണ് നമ്മൾ തിരിച്ച് പെരിന്തൽമണ്ണ ഡിപ്പോയിൽ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മളൊരു യാത്രാ പ്ലാന്. ഏകദേശം ഒരു 1620 രൂപയോളമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകളാണ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ട്രിപ്പുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഒറ്റയ്ക്കാണെങ്കിലും ഫാമിലിയോടെ ആണെങ്കിലും ഒരു ബസ് ഇനി നിങ്ങൾക്ക് മാത്രമായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ അത്രത്തോളം ഒരു 48-50 ആളുകളുണ്ടെങ്കിൽ ആ രീതിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത്തരം ട്രിപ്പുകൾ ബുക്ക് ചെയ്ത് യാത്ര നടത്താവുന്നതാണ്. വളരെ അടിപൊളിയായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാവുക. ഞാനിത് 3ാമത്തെ യാത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാമത്തെ യാത്ര രണ്ടാമത്തെ യാത്രയൊക്കെ മുജീബ്ക്കാടെ കൂടെയായിരുന്നു. ഈ യാത്രയിലാണ് നമുക്ക് സതീഷ് ചേട്ടനെ കിട്ടിയിട്ടുള്ളത് കോർഡിനേറ്ററായിട്ട്. ഡ്രൈവർ ഫിറോസ്കാടെ കൂടെ ഞാനൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാം തവണയാണ് മൂപ്പരെ കൂടെ യാത്ര ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ യാത്ര ചെയ്തപ്പോൾ അറുമുഖേട്ടനായിരുന്നു ഡ്രൈവർ. എല്ലാവരും നല്ല സ്കിൽഡായിട്ട് ഡ്രൈവേഴ്സാണ് കേട്ടോ. ചുരം പാതയിലൂടെയൊക്കെ അത്രയും വളരെ വീതി കുറഞ്ഞ പാതയിലൂടെയൊക്കെ അടിപൊളി അതിമനോഹരമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും സേഫ്റ്റിയോട് കൂടിയിട്ടാണ്, അത്രയും സ്കില്ലോട് കൂടിയിട്ടാണ് ഫിറോസ്ക്കൊക്കെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. ഈ ഫിറോസ്ക്കാടെ സ്കില്ലും കാര്യങ്ങളൊക്കെ കാണുന്നൊരു വീഡിയോ നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് കാണാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും ഒക്കെ നമ്മളിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ബസ്സിന് ഉള്ളിൽ ഒരുപാട് ഗാനങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, പലതരത്തിലുള്ള. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ടൗണിലേക്ക് എത്തി. ഇത് മാങ്കുളമാണെന്ന് തോന്നുന്നു.
അങ്ങനെ ആ ടൗണൊക്കെ കവർ ചെയ്തിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പഴയ കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നത് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് തമിഴ്നാടാണെന്ന് തോന്നുമെങ്കിലും ഇത് കേരളത്തിൽ തന്നെയുള്ള ഒരു സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്കിത് തമിഴ്നാടായിട്ട് തോന്നാം. ഇവിടെ ഒരുപാട് ബാങ്കുകളും കാര്യങ്ങളും എല്ലാ ബാങ്കിനും ശാഖകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ചെറിയ അങ്ങാടിയാണ് എങ്കിലും എല്ലാത്തരം സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാത്തരം ബാങ്കുകളുടെയും പിന്നെ അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ. അത് ഞാൻ ബാങ്കിൻ്റെ കാര്യം എടുത്ത് പറയാൻ നമ്മൾ യാത്രയിലൊക്കെ നമുക്ക് ATM മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം വരാം. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗണാണ്. പിന്നെ പമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മുൻകൂട്ടി തന്നെ എണ്ണയൊക്കെ ഫില്ല് ചെയ്ത് വരുന്നത് നന്നാവും. അപ്പോൾ അങ്ങനെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നതെന്ന് പറഞ്ഞു. അത് നമ്മളെ ടാറ്റ ടീയുടെ ആദ്യകാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള എസ്റ്റേറ്റുകളിലൊന്നാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ലക്ഷ്മി അല്ല കേട്ടോ, ലക്ഷ്മി തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ എന്താണ് പ്രത്യേകിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നൊരു വാട്ടർഫാളാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്ന് നിർത്തി നമുക്ക് കാണാനുള്ള സൗകര്യം അല്ലെങ്കിൽ ആ ഒന്നും നിർത്താൻ പറ്റുന്ന ഏരിയ നമുക്ക് അവിടെ ഇല്ല കേട്ടോ. കാരണം അത്രയും നേർത്ത് വളരെ ചെറിയ റോഡാണ്, ചുരം പാതയാണ്. അപ്പോൾ നമ്മളൊരു വലിയൊരു വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നിർത്താതെ യാത്രകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വിശദമായ വീഡിയോ ആണ് അടുത്ത എപ്പിസോഡായിട്ട് വരാൻ പോകുന്നത്. നല്ല അടിപൊളി അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ. അത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ആ എൻ്റർ ചെയ്തപ്പോഴുള്ള സുന്ദരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാഴ്ച എത്രത്തോളം മനോഹരം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത്രയും മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അടുത്ത ഭാഗം കാണാൻ ഒരു ദിവസം നിങ്ങൾ കാത്തിരുന്നേ പറ്റൂ. അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. ബെല്ലൈക്കൺ എന്തായാലും അമർത്തി വെക്കണേ. അപ്പോൾ നമ്മൾ ആ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ വീഡിയോ അല്ലെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ബാക്കി കഥകൾ നമുക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടണം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് മൂന്നാറിൽ ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ മൂന്നാറിലെ KSRTCയുടെ ബസ് സ്റ്റേയിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനും നിങ്ങൾ നമ്മുടെ കൂടെയേ പറ്റൂ. അപ്പോൾ ഇതുപോലുള്ള കാനനപാതകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേറിട്ട വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ റിസ്ക്കി ആയിട്ടുള്ള അനുഭവങ്ങൾ ഇതുപോലെ കണ്ടോ. ആ ചുരം പാതയിൽ ആ റോഡിൻ്റെ എത്ര അടുത്ത് അല്ലെങ്കിൽ എത്ര എൻഡിൽ കൂടിയാണ് ആ ടയർ കയറി പോയതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ അത്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ റിസ്ക്കി ആയിട്ടുള്ള, വളരെ സുന്ദരമായ, കാമായ, ക്വയറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പോകുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനും നമ്മൾ ലൈറ്റ് പിന്നെ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉള്ള വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത്തരം ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം അതിമനോഹരമായിട്ട് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻസിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ KSRTCയുടെ കൂടെയുള്ള ഇത്രയും യാത്രകൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. കാരണം നമ്മൾ വളരെ ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ കാറിലിരിക്കുന്നതിനേക്കാൾ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എസ്റ്റേറ്റിലെ പിന്നെ വർക്കിന് ശേഷം അവരുടെ പിന്നെ കളക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ പറിച്ചെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്കിവിടെ ചെറിയൊരു ബ്ലോക്ക് കിട്ടി. അപ്പോൾ ആ ഒരു കളക്ഷൻ വണ്ടി പോയതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകുന്നത് കേട്ടോ.